Hi everyone, it's me Momsy. Welcome back to സ്മാർട്ട് സ്കൂളിംഗ് സീരീസ് എപ്പിസോഡ് 3. ഇന്നത്തെ സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. വൈകുന്നേരം വീട്ടിൽ ഹോംവർക്ക് സമയമാകുമ്പോൾ ശരിക്കും ഉള്ള അവസ്ഥ എന്താണ്? സന്തോഷവും സമാധാനവും നിറഞ്ഞ സമയമാണോ, അതോ പലപ്പോഴും സ്ട്രെസ്സും വഴക്കുകളും നിറഞ്ഞ സമയമാണോ? അല്ലാന്നുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു യുദ്ധക്കളമായിട്ട് മാറാറുണ്ടോ? പല പാരൻസും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, എൻ്റെ കുട്ടിക്കൊട്ടും പഠനത്തിൽ ശ്രദ്ധയില്ല, 5 മിനിറ്റ് പോലും ഒരിടത്ത് ഇരുന്ന് പഠിക്കില്ല, ഹോംവർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ. ഇത്തരം ആശങ്കകൾ സ്വാഭാവികമാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സത്യത്തിൽ നമ്മളുടെ മക്കൾക്ക് ആർക്കും പഠിക്കാൻ ഇഷ്ടപ്പെടാത്തവരല്ല. ചിലപ്പോൾ നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കുന്ന സാഹചര്യങ്ങൾ അവർക്ക് അനുയോജ്യമാകുന്നുണ്ടായിരിക്കില്ല. ഇനി കുട്ടിയുടെ ഒരു ലോകം നമുക്ക് മനസ്സിലാക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾ സ്കൂളിൽ ചിലവഴിക്കുകയാണല്ലേ. ക്ലാസ്സുകൾ, അവിടുത്തെ വർക്ക്, കൂട്ടുകാരോടൊപ്പമുള്ള കളി, സ്കൂളിലെ റെസ്പോൺസിബിലിറ്റീസ്, അവിടുത്തെ ഗൈഡൻസ്, ഇവയെല്ലാം കഴിഞ്ഞാണ് അവർ വീട്ടിലെത്തുന്നത്. അപ്പോൾ വീട്ടിലെത്തി ഉടനെ വീണ്ടും പഠനമെന്ന റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ അവർക്ക് ക്ഷീണം തോന്നുന്നത് സ്വാഭാവികമല്ലേ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നോക്കി വെക്കാം. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടനെ ആരെങ്കിലും നമ്മളോട് വീണ്ടും ഒരു വലിയ ജോലി ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരില്ലേ, ഇറിറ്റേഷൻ തോന്നില്ലേ? കുട്ടികൾക്കും അതുപോലെ തന്നെയാണ്. അവർക്ക് കുറച്ച് റെസ്റ്റും സ്നേഹവും ഗൈഡൻസും ഒക്കെ ആവശ്യമാണ്. സോ ആസ് എ പാരൻസ് നമുക്ക് എങ്ങനെ ഹോംവർക്ക് സമയം സന്തോഷകരമാക്കാമെന്ന് നോക്കിയാലോ. സോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് കണക്റ്റഡ് ഹോംവർക്കാണ്. അതായത് കുട്ടിയോടൊപ്പം ഇരിക്കുക. കുട്ടിയെ ഒറ്റയ്ക്ക് മുറിയിലിരുത്തി പഠിക്കാൻ പറയുന്നതിന് പകരം കുറച്ച് സമയം അവരുടെ അടുത്ത് നമ്മളിരിക്കുക. നമുക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് അവരുടെ കൂടെ ഇരുന്നിട്ട് ചെയ്യുക. നമ്മൾ അവരുടെ അടുത്തുണ്ടെന്ന ബോധ്യം കുട്ടിക്ക് വലിയ തരത്തിൽ ആത്മവിശ്വാസം നൽകും. കുട്ടികൾക്ക് പലപ്പോഴും നമ്മളുടെ ഹെൽപ്പിനേക്കാൾ ആവശ്യം നമ്മുടെ പ്രസൻസ് ആണ്. ഓക്കെ. ആൻഡ് ടിപ്പ് നമ്പർ 2, പൊമഡോറോ ടെക്നിക്. ചെറിയ സമയങ്ങളാക്കി പഠിപ്പിക്കുക. അതായത് 1 മണിക്കൂർ തുടർച്ചയായി പഠിപ്പിക്കുന്നതിന് പകരം അവരോട് ഫസ്റ്റ് ഒരു 20 മിനിറ്റ് പഠിക്കാൻ പറയുക. ദെൻ 5 മിനിറ്റ്സ് അവർക്ക് ബ്രേക്ക് കൊടുക്കുക. ഓക്കെ. വീണ്ടും പഠനം ഒരു 20 മിനിറ്റ്സ് തുടരുക. ഇത് കുട്ടിയുടെ മസ്തിഷ്കത്തിന് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് നമ്മൾ ഈ പൊമഡോറോ ടെക്നിക്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ആൻഡ് നെക്സ്റ്റ് ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ഗിവ് ചോയ്സ്. അതായത് ഇപ്പോൾ തന്നെ ഇത് ചെയ്യണം എന്ന് പറയുന്നതിന് പകരം അവരോട് ചോദിക്കുക, ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത്, ആദ്യം പഠിക്കേണ്ടത്. ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ അവർക്ക് അവസരം കൊടുക്കുന്ന സമയത്ത് അവരിലൊരു ഉത്തരവാദിത്ത ബോധം വർദ്ധിക്കും എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് ഫൈനലി ആസ് എ പാരൻസ് നിങ്ങൾ ഓർക്കേണ്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സ്നേഹത്തോടെ ആരംഭിക്കുക. അതായത് ഹോംവർക്കൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്, അവരെ പഠിക്കാനിരുത്തുന്നതിന് മുന്നായിട്ട് അവരോട് ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് നമ്മൾ സംസാരിക്കുക. അവരുടെ സ്കൂളിൽ ഇന്ന് എന്തൊക്കെ സംഭവിച്ചു, അവരെന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ ഉണ്ടായിരുന്നു സ്പെഷ്യൽ മൊമെൻറ്റ്സ്, കാര്യങ്ങളൊക്കെ. ഇത്തരത്തിലുള്ള കോൺവെർസേഷൻസ് നമ്മുടെ കുട്ടിയുടെ മനസ്സ് തുറക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് അടുത്തത്, തെറ്റുകളെ ഒരു പഠന അവസരമാക്കുക. തെറ്റ് സംഭവിക്കുന്ന സമയത്ത് അവരെ ചീത്ത പറയുന്നതിന് പകരം അവരത് റീറൈറ്റ് ചെയ്യാനും തെറ്റ് സംഭവിക്കുന്നതൊക്കെ സർവ്വസാധാരണമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ആൻഡ് കമ്പാരിസൺ ഒഴിവാക്കുക. അതായത് നമുക്കറിയാം, ഓരോ കുട്ടിക്കും സ്വന്തമായിട്ടുള്ള ടാലൻസും അവരുടേതായിട്ടുള്ള വളർച്ചയുടെ വേഗതയുമുണ്ട്. സോ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത് നമ്മുടെ മക്കളെ വളരാൻ ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. സോ നമ്മൾ കമ്പാരിസൺ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ഓരോ ചെറിയ എഫേർട്ട് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. സോ ഡിയർ പാരൻസ്, നല്ല മാർക്കുകൾ മാത്രം നേടുന്ന കുട്ടികളെയല്ല നമുക്ക് വളർത്തേണ്ടത്, പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളെയാണ് നമുക്ക് വളർത്തേണ്ടത്. ഓക്കെ. സോ ഹോംവർക്ക് എന്നതൊരു ബാധ്യതയല്ല. സ്കൂളും വീടും ഒരേ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ഓരോ കുട്ടിക്കും വിജയിക്കാൻ കഴിയുള്ളൂ. നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ ഫോഴ്സ് ചെയ്യാതെ പഠനത്തെ അവർ ഇഷ്ടപ്പെടുന്ന ഒരു അനുഭവമാക്കിയിട്ട് മാറ്റാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഹാപ്പി പാരൻറ്റിങ്.